ഹായ്, എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ജനറൽ PSC ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഫയർ വുമൺ എന്ന് പറയുന്ന ആ ഒരു നോട്ടിഫിക്കേഷൻ ഓൾറെഡി PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ചില അപ്ഡേഷനുകളുമായിട്ടാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമുക്കറിയാം, നമ്മുടെ എക്സാമിന് എഴുതാനായിട്ട് പോകുന്ന കൺഫർമേഷൻ കൊടുത്തവർ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം 83,743 പേരാണ് എക്സാം എഴുതാനായിട്ട് പോകുന്നത്. അല്ലെ, കൺഫർമേഷൻ കൊടുത്തവർ ഉൾപ്പെടെ 83,743 പേരാണ് എക്സാം എഴുതാനായിട്ട് പോകുന്നത്. നമ്മുടെ എക്സാം വരുന്നത് എന്നാണ്? ഡിസംബർ 6-നാണ് നമ്മുടെ എക്സാം നടക്കുന്നത്. ഫയർ വുമൺ എക്സാം നടക്കുന്ന ഡിസംബർ 6-നാണ് നമ്മുടെ എക്സാം നടക്കുന്നത്. 4 ജില്ലകളിലേക്കാണ് പ്രധാനമായിട്ടും എക്സാം നടക്കുന്നത്. ഏതെല്ലാം? തിരുവനന്തപുരം, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിലാണ് ഈ എക്സാം നടക്കാനായിട്ട് പോകുന്നത്. ആകെ അപ്ലൈ ചെയ്തവർ 97,382 പേരായിരുന്നു. അതിൽ 13,639 പേരുടെ അപേക്ഷ PSC റദ്ദാക്കി. ബാക്കി എക്സാം എഴുതാനായിട്ട് പോകുന്നത് എത്ര പേരാണ്? 83,743 പേരാണ് എക്സാം എഴുതാനായിട്ട് പോകുന്നത്. അല്ലെ, ഇത് ഓൾറെഡി നേരത്തെ വിളിച്ച നോട്ടിഫിക്കേഷനിൽ മതിയായ മെയിൻ ലിസ്റ്റിൽ മതിയായ നിയമനങ്ങൾ അല്ലെങ്കിൽ ഒഴിവുകൾ നികത്താൻ സാധിക്കാത്തതിനാലാണ് പുതിയ നോട്ടിഫിക്കേഷൻ വിളിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഫയർമാൻ അല്ലെങ്കിൽ ഫയർ വുമൺ എന്ന് പറയുന്ന ഒരു ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് ഒരു നല്ലൊരു അവസരം തന്നെയാണ് ഈ ഡിസംബർ 6-ന് നടക്കുന്ന എക്സാം എന്ന് പറയുന്നത്. ഈ ഡിസംബർ 6-ന് നടക്കുന്ന എക്സാമിന്റെ ഹാൾ ടിക്കറ്റ് നിങ്ങൾക്ക് നവംബർ 22 മുതൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നമ്മുടെ വ്യക്തമായിട്ടുള്ള സിലബസ് എല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ സിലബസിലേക്ക് വരുമ്പോൾ എന്താണ്? ഇതാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്, അല്ലേ? ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, കേരള ഗവേണൻസ്, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, അതേപോലെ കലാ, കായികം, സംസ്കാരം, കറണ്ട് അഫയേഴ്സ്, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, പിന്നീട് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്സ് അടങ്ങുന്നതാണ്. അത്യാവശ്യം വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് തന്നെയാണ് നമ്മുടെ ഫയർ വുമണിനുള്ളത്. അപ്പൊ ഇനിയുള്ള സമയം നിങ്ങൾ എന്തിന് ഫോക്കസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്സിന് 20 മാർക്കാണ് നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്സിനുള്ളത്. സ്പെഷ്യൽ ടോപ്പിക്സിന് 20 മാർക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യണം. അവിടെ തന്നെ ഫയറുമായിട്ട് റിലേറ്റ് ചെയ്ത 9 മാർക്ക്, ഫസ്റ്റ് എയ്ഡുമായിട്ട് റിലേറ്റ് ചെയ്ത 9 മാർക്ക്, ബാക്കി 2 മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ IT ആക്ടുമായിട്ട് ബന്ധപ്പെട്ട 2 മാർക്ക്. അങ്ങനെ ടോട്ടൽ 20 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്സിനും. ഇംഗ്ലീഷ്, മാത്സ്, മലയാളം 10 വീതം, ടോട്ടൽ 30 മാർക്ക്. മാത്സിന് 10 മാർക്ക്, ഇംഗ്ലീഷിന് 10 മാർക്ക്, മലയാളത്തിന് 10 മാർക്ക്, അവിടെ 30, ടോട്ടൽ 50 മാർക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെ നമുക്ക് സ്കോർ ചെയ്യാം. പിന്നീട് ഈ ഒരു ഏരിയ ആണ് വാസ്റ്റ് ആയിട്ടുള്ളത്. ഇതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ 8 മാർക്കിന് വരുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ 8 മാർക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് 8 മാർക്ക് സ്കോർ ചെയ്യാം. പിന്നീട് ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ വേണ്ടി സിലബസ് ആണ്. 5 മാർക്കാണ് അവിടെ വരുന്നത്. എക്കണോമിക്സും ഈസി ആയിട്ട് പഠിച്ചു തീർക്കാം. ബാക്കി സയൻസ്, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രിയും കൂടെ 10 മാർക്ക് നിങ്ങൾക്ക് സയൻസിൽ നിന്ന് കയറും, അല്ലേ? അങ്ങനെ അത്യാവശ്യം മാർക്ക് സ്കോറിംഗ് ആയിട്ടുള്ള സിലബസ് തന്നെയാണ്. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് നല്ല രീതിയിൽ PYQs എല്ലാം അറ്റൻഡ് ചെയ്ത് ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. വളരെ ചുരുങ്ങിയ സമയം ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ സഹായിക്കാനായിട്ടാണ് നമ്മുടെ ഒരു ബാച്ച്, ഏറ്റവും പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഏതാണ്? വുമൺ ഫയർ റെസ്ക്യൂ ഓഫീസർ എന്നാണ് നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാച്ച് 60 ഡേയ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ബാച്ചാണ്. ഈ 60 ദിവസം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും പ്രിസൈസ് ആയിട്ട് നിങ്ങളിലേക്ക് തരിക എന്നുള്ളതാണ് ഈ ഒരു ബാച്ചിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി എക്സാമിന് അപ്ലൈ ചെയ്തവരാണ്, പക്ഷെ നിങ്ങളുടെ പഠനം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല, നല്ല രീതിയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിലും നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാച്ച് തന്നെയാണ് നമ്മുടെ ഫയർ വുമൺ എന്ന് പറയുന്നത്. ഈ ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാനും ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാനുമായിട്ട് എന്ത് ചെയ്യുക? താഴെ കാണുന്ന നമ്പറുകളെ കണക്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു സെക്ഷനും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. അതേപോലെ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ എന്ത് ചെയ്യുക? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.